എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തലസ്ഥാന നഗരിയിലാണ്, അതായത് പത്മനാഭൻ്റെ മണ്ണിൽ കിഴക്കേ കോട്ടയിൽ. സമയം 5 മണി കഴിഞ്ഞിരിക്കുന്നു. റോഡിൽ നല്ല തിരക്കുണ്ട്. ഓഫീസുകളും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും ജോലി കഴിഞ്ഞ് മടങ്ങുന്നവരും പിന്നെ എന്നെപ്പോലെ നഗരത്തിൻ്റെ വൈകുന്നേര കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നിരിക്കുന്നവരും ഇവിടെയുണ്ട്. പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വണ്ടികൾ തലങ്ങും വിലങ്ങും ചീറിപ്പായുന്നു. ഒരുപാട് കച്ചവടക്കാരെ നമുക്കിവിടെ കാണാം. തുണിയും പഴങ്ങളും പച്ചക്കറികളും പിന്നെ അതുപോലെ തടി കൊണ്ടുള്ള ഉപകരണങ്ങളും അങ്ങനെ ഒരുപാട് ഐറ്റംസ് വിൽക്കുന്ന കച്ചവടക്കാർ. തിരുവനന്തപുരം നഗരസഭയുടെ കീഴിലുള്ള പുത്തരിക്കണ്ട മൈതാനത്താണ് ഞാൻ നിൽക്കുന്നത്. അവിടെ നിന്ന് പിന്നെയും ഞാൻ മുൻപോട്ട് നടന്നു. റോഡിലൊക്കെ നല്ല തിരക്കുണ്ട്. വണ്ടികൾ തലങ്ങും വിലങ്ങും കിടക്കുന്നു. ഈ കാണുന്നതാണ് ഇവിടുത്തെ ബസ് ഡിപ്പോ. മൊത്തം അഴുക്കും ചെളിയും പിടിച്ച് കിടക്കുന്നു. കാട്ടാക്കടയിലേക്കും വിതുരയിലേക്കും വെഞ്ഞാറമൂട്ടിലേക്കും പോത്തങ്കോട്ടിലേക്കും അങ്ങനെ പല ഭാഗങ്ങളിലേക്കും പോകേണ്ട ബസ്സുകൾ വന്ന് നിരനിരയായി കിടക്കുന്നു. ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ബസ് ഡിപ്പോ. ഇവിടെ നിന്നുമാണ് ആളുകൾ ബസ് കയറി പല ഭാഗങ്ങളിലേക്ക് പോകുന്നത്. പല പല കച്ചവടങ്ങൾ ചെയ്ത് ജീവിക്കുന്നവർ, അടുത്ത ഓട്ടത്തിനായി കാത്തു നിൽക്കുന്ന ഓട്ടോ ചേട്ടന്മാർ, അതുപോലെ മീൻ വിൽക്കുന്നവർ, അങ്ങനെ പല കാഴ്ചകൾ. തല ഉയർത്തി പിടിച്ച് നിൽക്കുന്ന ഈ കോട്ടവാതിൽ കാണുമ്പോൾ തന്നെ ഒരു വികാരമാണ്. ഇതൊക്കെ നമ്മുടെ തിരുവനന്തപുരത്തല്ലാതെ വേറെ എവിടെ കാണാൻ കഴിയും? ഫുട്പാത്തിലൂടെ വീണ്ടും ഞാൻ മുൻപിലേക്ക് നടന്ന് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഗാന്ധി പാർക്കിന് മുൻപിലാണ്. അതായത് 5000 സ്ക്വയർ മീറ്റർ ചുറ്റളവിൽ നിൽക്കുന്ന ഒരു വലിയ പാർക്കാണിത്. തിരുവനന്തപുരത്തുകാർ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കുന്ന ഒരു പാർക്ക് കൂടിയാണിത്. ഒഴിവു സമയങ്ങളിൽ ചിലവഴിക്കുവാനും സായാഹ്നങ്ങളിൽ ആസ്വദിക്കുവാനും വേണ്ടി ആളുകൾ ഒരുപാട് ഇവിടെ വരുന്നു. ഈ തിരക്കിൽ നിന്നും ജനങ്ങൾക്ക് സുഗമമായി റോഡ് മുറിച്ച് കടക്കുവാൻ വേണ്ടി സർക്കാർ നിർമ്മിച്ചിരിക്കുന്ന ഒരു മേൽപ്പാലമാണിത്. അതായത് ഒരു നടപ്പാലം. നമുക്കിതിന് മുകളിൽ കൂടി നടന്നു നോക്കാം. പാലത്തിന് താഴെ ഒട്ടനവധി ബസ്സുകൾ. ഇത്രയധികം പച്ചപ്പുള്ളൊരു നഗരം കേരളത്തിൽ വേറെ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. പാലത്തിന് താഴെ നോക്കിയാൽ ജനങ്ങൾ റോഡ് മുറിച്ച് കടക്കുന്നത് കാണാം. ഈ പാലം അധികം ആരും ഉപയോഗിക്കുന്നില്ല എന്നൊരു ചിന്ത എനിക്ക് വന്നു. കാരണം ഞാനിവിടെ നടന്നപ്പോൾ ഒരാളെയും ഇതിലേ കണ്ടില്ല. ശൂന്യമാണ് ഇവിടെ. വളരെ നല്ലൊരു മാർഗമാണിത് ആളുകൾക്ക് റോഡ് മുറിച്ച് കടക്കുവാൻ വേണ്ടി. വളരെ സുരക്ഷിതമായിട്ടുള്ളൊരു നടപ്പാത കൂടിയാണിത്. CCTV ക്യാമറകളും എല്ലാം ഇവിടെയുണ്ട്. എന്നിട്ടും ഇതാരും ഉപയോഗിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. വളരെ വിരളമായിട്ടാണ് 1-2 പേർ ഇതുവഴി നടന്നു പോകുന്നത്. റോഡുകളെല്ലാം നല്ല തിരക്കായി തുടങ്ങി. നമുക്കിനി ഇവിടുത്തെ തിരക്കിൻ്റെ കാഴ്ചകളൊന്ന് കണ്ടാലോ? ഈ കാണുന്നതാണ് RK വെഡ്ഡിംഗ് മാൾ. എനിക്ക് ഈ ബിൽഡിംഗ് കാണുമ്പോൾ ഞാനേതാ വിദേശ രാജ്യത്ത് എത്തിയ പോലൊരു ഫീലാണ്. കാരണം അത്ര നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് ഇവർ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സ്വന്തം കിഴക്കേ കോട്ട, അതായത് ഈസ്റ്റ് ഫോർട്ടിൻ്റെ പഴയകാല കോട്ട. നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാവായ മാർത്താണ്ഡവർമ്മ 1891 ഗോതിക് ശൈലിയിൽ നിർമ്മിച്ച ഒരു വലിയ കോട്ടയുടെ വാതിലാണ് ഈ കാണുന്നത്. പണ്ട് കാലത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള ഒരു പ്രധാന പ്രവേശന കവാടം കൂടിയായിരുന്നു ഈ കാണുന്ന കോട്ട. അതുപോലെ തന്നെ വെട്ടിമുറിച്ച കോട്ട എന്നും ഇതറിയപ്പെടുന്നു. അവിടെ നിന്നും വീണ്ടും ഞാൻ മുൻപോട്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് ഞാനിപ്പോൾ വന്നു നിൽക്കുന്നത് നമ്മുടെ തിരുവിതാംകൂറിൻ്റെ ഉടമയായ സാക്ഷാൽ പത്മനാഭസ്വാമിയുടെ മുൻപിലാണ്. അമ്പലക്കുളത്തിൽ മീനുകൾക്ക് പൊരിയിട്ട് കൊടുക്കുന്ന ജനങ്ങളെ കാണാൻ കഴിയും. അതുപോലെ തന്നെ മീനിന് കൊടുക്കുന്ന പൊരി കൊത്തി തിന്നാനായി ഇവിടെ വന്നു നിൽക്കുന്ന പ്രാവുകളെയും കാണാം. ഇവർ ഇവിടുത്തെ സ്ഥിരം താമസക്കാരാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുമ്പോൾ സമയം പോകുന്നത് തന്നെ അറിയാൻ കഴിയുന്നില്ല. വിൽപ്പനയ്ക്കായി മുല്ലപ്പൂക്കൾ കെട്ടിയിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ വേറെയും ഒരുപാട് കടകൾ ഇവിടെയുണ്ട്. പല പല പലഹാരങ്ങൾ വിൽക്കുന്ന പലഹാരക്കടകൾ, പായസക്കടകൾ, പൂക്കടകൾ, ലോട്ടറി കടകൾ, പാത്രക്കടകൾ, തുണിക്കടകൾ, അങ്ങനെ ഒട്ടുമിക്ക കച്ചവടങ്ങളും ഇതിനകത്തുണ്ട്. ക്ഷേത്രത്തിനടുത്തായി തന്നെ വലതുഭാഗത്തൊരു ചെറിയ സ്ട്രീറ്റ് ഉണ്ട്. ഒരുപാട് കച്ചവടക്കാരെ നമുക്കിവിടെ കാണാം. വാഹനങ്ങളും ആളുകളും എല്ലാം കൊണ്ട് തന്നെ നല്ല തിരക്കാണ്. ഈ തിരക്കിനിടയിൽ കൂടെ കാഴ്ചകൾ കണ്ട് ഞാൻ നടന്നു. ഇവിടെ മറ്റു 2 ക്ഷേത്രങ്ങൾ കൂടി നമുക്ക് കാണുവാൻ കഴിയും.
തലമുറകൾ പലതു കഴിഞ്ഞു. തിരുവിതാംകൂറിൻ്റെ ചരിത്രങ്ങൾക്ക് സാക്ഷിയായി മാറിയ ഒരു കുളമാണ് ഈ കാണുന്നത്. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ശ്രീ വൈഷ്ണവ പാരമ്പര്യത്തിൽ വിഷ്ണുവിൻ്റെ പുണ്യസ്ഥലമായി കണക്കാക്കപ്പെടുന്ന 108 ദിവ്യദേശങ്ങളിൽ ഒന്നാണിത്. കരിങ്കല്ലിൽ തീർത്ത 100 അടിയിലേറെ ഉയരമുള്ള കുംഭഗോപുരമാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകത. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് പണിതീർത്തതാണ് ഈ ഒറ്റക്കൽ മണ്ഡപം. ഉറയ്ക്കൽ എന്ന മലയിൽ നിന്നുമാണ് ഇതിനാവശ്യമായ ഒറ്റക്കൽ കൊണ്ടുവന്നത്. AD 1461 ഈ മണ്ഡപം പണി കഴിപ്പിച്ചു. AD 1733 അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു ക്ഷേത്രത്തിൻ്റെ ചരിത്രം മാറ്റി എഴുതിയത്. നേപ്പാളിൽ നിന്നുള്ള 12,008 സാളഗ്രാമ കല്ലുകൾ കൊണ്ടുവന്ന് 18 അടി നീളമുള്ള വിഗ്രഹം പണിതീർത്തത് അദ്ദേഹമാണ്. 1739 വിഗ്രഹത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി. 1750 ജനുവരി 19 തൃപ്പടിദാനം എന്ന ചടങ്ങ് നടന്നത്. അതിനുശേഷം തിരുവിതാംകൂർ രാജാക്കന്മാർ പത്മനാഭസ്വാമിയുടെ ദാസന്മാരായി. രാജാക്കന്മാരുടെ സ്വത്ത് പണ്ടാരവക എന്നും അറിയപ്പെടാൻ തുടങ്ങി. പത്മനാഭൻ്റെ മണ്ണ് തിരുവനന്തപുരം എന്നും അറിയപ്പെടാൻ തുടങ്ങി. നമ്മുടെ തിരുവനന്തപുരത്തിന് അനന്തപുരി എന്ന് പറഞ്ഞ പേര് വരാൻ കാരണം തന്നെ ഈ ഒരു ക്ഷേത്രമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എന്തായാലും ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം മുഴുവൻ പറയാനായിട്ട് ഈ ഒരു വീഡിയോ കൊണ്ട് നമുക്ക് മതിയാവില്ല. അതുകൊണ്ട് നമുക്ക് മറ്റ് കാഴ്ചകളിലേക്ക് പോകാം. ഇതാണ് മേത്തൻ മണി. ഇതിവിടുത്തെ പ്രധാന കാഴ്ചയാണ്. ഓരോ മണിക്കൂർ ആകുമ്പോഴും 2 ആടുകൾ തമ്മിൽ കൂട്ടിയിടിക്കും. പക്ഷേ ഇതിപ്പോൾ പ്രവർത്തിക്കുന്നില്ല. കുറേ നാളായിട്ട് വർക്കിംഗ് അല്ലാതെ ഇരിക്കുകയാണ്. സമയം 7 മണി കഴിഞ്ഞു. പത്മനാഭൻ്റെ മണ്ണിൽ ഇരുട്ട് വീണു. ഉച്ചയ്ക്കൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ നല്ല വിശക്കുന്നുണ്ട്. ഇവിടെ അടുത്തൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. നല്ല മസാല ദോശയും ചായയും ഒക്കെ കിട്ടുന്ന റെസ്റ്റോറൻറ്റ്. ഈ കാണുന്ന ഹോട്ടലിനകത്ത് കയറാം. ഞാനൊരു ചായയും വാഴയ്ക്കപ്പവും കഴിച്ചു. 30 രൂപയായി. പുറത്താണെങ്കിൽ 20 രൂപയേ ആകത്തുള്ളൂ. ഇവിടെ ചായയ്ക്കും കടിക്കും 15 രൂപ വെച്ചെടുത്തു. അത് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. വില ഒരല്പം കൂടുതലായാലും ചായയും കടിയും നല്ല ചൂടുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടപ്പെട്ടു. രാത്രിയുടെ കാഴ്ചകൾ കണ്ടു നടന്ന സമയം ഏറെ വൈകിയത് അറിഞ്ഞില്ല. ഇനി നിന്നാൽ എനിക്കുള്ള ലാസ്റ്റ് ബസ് പോകും. വേഗം ബസ്സിൽ കയറണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുവാനും പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുവാനും മറക്കരുത്. വീഡിയോയ്ക്ക് വളരെ സപ്പോർട്ട് കുറവാണ്. എന്തെങ്കിലും പോരായ്മയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് എന്നോട് കമൻറ്റ് വഴി അറിയിക്കണം. കാരണം ഞാനൊരു തുടക്കക്കാരനാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.